എന്റെ മോനൊന്ന് നിന്നേ, ഇനി വന്നേ. ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറിന് അമ്മ ഉണ്ടാക്കുന്ന അച്ചാറിന് അത്രയും രുചിയില്ലെന്ന് നിന്നോടാരാടാ പറഞ്ഞേ? അത് ചുമ്മാ അറിയണത് നാക്കിൽ വെച്ച് നോക്കിയാ പോരെ. നാക്കിൽ വെച്ച് നോക്കിയാ പോരെ. അതിന് എന്റെ പുളിയച്ചാർ നീ എപ്പോഴാ കഴിച്ചിട്ടുള്ളത്? ശരിയാണ്, അമ്മ പുളിയച്ചാർ ഉണ്ടാക്കിയിട്ടില്ലല്ലേ? പുളിയച്ചാർ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഇത്. അതിന് നീ ഓർക്കണ്ടേ കഴിക്കുന്നതല്ലോ? അല്ലെങ്കിൽ ഉണ്ടാക്കി തരുന്നൊന്നും ഓർക്കുകയല്ലോ. ശരിയാണ്, അമ്മ പണ്ട് പുളിയച്ചാർ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലേ. എന്തോന്ന് ടേസ്റ്റ് ആയിരുന്നു അമ്മ അത്. പോടാ അവിടുന്ന്, ചുമ്മാ ഫേക്ക് കോംപ്ലിമെന്റ്സ്. സുമയോട് നീ എന്താണ് എന്റെ അച്ചാറിനെ പറ്റി പറഞ്ഞേ? അവൻ എന്നോട് വന്ന് പറഞ്ഞു. ഇതാണ് ആ ചെറുക്കൻ്റെ കുഴപ്പം. എന്തെങ്കിലും തമാശയായിട്ട് പറഞ്ഞാൽ അപ്പ തന്നെ സീരിയസ് ആക്കിയിട്ട് അമ്മയടുത്ത് വന്ന് പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാകും. എന്റെ അച്ചാർ മോശം, അമ്മയുടെ അച്ചാർ ഏറ്റവും ബെസ്റ്റ്. ഇതാണോ നിന്റെ തമാശ? അമ്മ അവന്റെ സ്കൂളിലെ പിള്ളേര് നൊസ്റ്റു അടിച്ച അച്ചാർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛമ്മ ഉണ്ടാക്കിയ അച്ചാറല്ല അന്ന് കൊണ്ടുപോയത്, അത് എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്ത് കുഴപ്പം? എന്ത് നീ കൂടുതലൊന്നും പറയണ്ട. ഈടായിട്ട് നിനക്ക് അച്ഛമ്മയോട് ഇച്ചിരി സ്നേഹം കൂടുതലാ. അച്ഛമ്മ ചെയ്യുന്ന എല്ലാം വലിയ കാര്യം, ഞാൻ ചെയ്യുന്ന ഒന്നുമല്ല അല്ലടാ. എന്തോ നമ്മ, ഞാൻ ആരെയും വലുതും ചെറുതായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ടാണോടാ നീ ഞാൻ ഉണ്ടാക്കി തന്ന എണ്ണ തല തേക്കാതെ അച്ഛമ്മയുടെ എണ്ണ എല്ലാ ദിവസവും എടുത്ത് തേക്കുന്നേ? അമ്മ ഇപ്പഴതൊക്കെ ആലോചിച്ചോ ചെയ്യണ? അമ്മ ഉണ്ടാക്കിയ എണ്ണയാണ് ഞാൻ ആദ്യം തേക്കണ, പിന്നെ അച്ഛമ്മ ഉണ്ടാക്കിയ എണ്ണ തേക്കണോളൂ. ഒന്ന് പോടാ അവിടുന്ന്. അല്ലെങ്കിലും എനിക്കറിയാം നമ്മൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടാൽ ഒരു ക്രെഡിറ്റും ഇല്ല. എന്നാൽ വാർഡിനും സംക്രാന്തിക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചെയ്താൽ ഭയങ്കര ക്രെഡിറ്റ്. കംപ്ലൈന്റ് ഒന്നും പറയാതിരിക്കാവോ നിനക്ക്? ക്രെഡിറ്റ് ഒന്നും തന്നില്ലേലും. കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വെറുതെ അച്ചാറ് അല്ല. എന്തോന്ന് ടേസ്റ്റ് അമ്മ ഇത്. അച്ഛമ്മ റെസിപ്പി പറഞ്ഞു തന്നല്ലേ? അച്ഛമ്മയ്ക്ക് മാത്രമേ ഈ ലോകത്ത് അച്ചാർ ഉണ്ടാക്കാൻ അറിയത്തില്ലോ. അച്ഛമ്മയുടെ റെസിപ്പി പോടാ അവിടുന്ന്. കൊണ്ടുവന്നിട്ട് ബുക്ക്. അച്ഛമ്മയുടെ റെസിപ്പി ആ ചെറുക്കനെ ഞാൻ നോക്കിയോ? പോടാ അവിടുന്ന്. അച്ഛമ്മയ്ക്ക് മാത്രമേ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. ഇവിടെ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയാൻ മേല. എടാ അതൊക്കെ സെറ്റാണ്. എടാ അച്ചാറൊക്കെ സെറ്റായിക്കൊണ്ട് വരാമെന്ന്, നീ ധൈര്യമായിട്ടിരി. അതൊന്നും കുഴപ്പമില്ല. എടാ പിന്നെ എടാ നമ്മുടെ ഗോമതി ടീച്ചറേയും സൂസൻ ടീച്ചറേയും ഒന്ന് വിളിച്ചേക്കണേ. അറിയാം അവരില്ലേടാ നമ്മളെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞേ. അപ്പോൾ അവരെ നമ്മൾ ആദരിക്കണ്ടേ? പൊന്നായിട്ട് തന്നെ ആദരിക്കണം. ഓ ശരി ഓക്കെ ഓക്കെടാ. ചേട്ടാ ഇവിടെ നിൽക്കരുത്. ഞാൻ ചേട്ടൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? നോക്കിയാ നിന്നെ ഞാൻ നോക്കി കിടക്കായിരുന്നു. എന്ത് എന്താണ് അമ്മയടുത്ത് പോയി പറഞ്ഞേ? അമ്മയടുത്ത് ഞാൻ എന്ത് പറയാൻ? അമ്മയടുത്ത് ഞാൻ എന്തോ പറയാനെന്ന്? അച്ചാറുണ്ടാക്കണ കാര്യം അമ്മയടുത്ത് പോയി പറഞ്ഞാ നീ? അമ്മ ഉണ്ടാക്കണ അച്ചാറ് കൊള്ളുന്നു നീ പറഞ്ഞ? അത് പിന്നെ ചേട്ടൻ പറഞ്ഞില്ല അമ്മ ഉണ്ടാക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് അച്ഛമ്മ അച്ചാർ ഉണ്ടാക്കും. അമ്മ ഉണ്ടാക്കണ അച്ചാറ് കൊള്ളുന്നതാണോടാ? ഇപ്പൊ എന്താ പ്രശ്നം? എന്താണ് നീ പറഞ്ഞ? ഇപ്പൊ പ്രശ്നമായില്ലേ ഇപ്പൊ അമ്മയും ഞാനും കൂടെ? അയ്യോ അത് പിന്നെ ഞാൻ ചെന്ന് അമ്മയടുത്ത് ഇങ്ങനെ ഒരു നോർമൽ രീതി പറഞ്ഞ അമ്മ അച്ഛമ്മ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തെറ്റായി പോയോ? നീ പോ. അല്ല അമ്മയടുത്ത് ഞാൻ അത്രേ പറഞ്ഞോളൂ. അച്ഛമ്മ എന്നാലല്ലേ അമ്മ നന്നായിട്ട് എനിക്ക് അച്ചാറിട്ട് തരത്തുള്ളൂ. ഒരു കസവും കൊണ്ട് തരൂ. തന്നാ മതി. അത് വേണ്ട, പിന്നെ ഒരു കസവുമുണ്ട്. അത് എനിക്ക് വിളക്കിടാനുള്ള തിരുവഴി ഞാൻ തരില്ല. പോ നീ പൊടാ അവിടുന്ന്. എന്റെ വായിന്ന് വന്നാൽ കേൾക്കാതെ. ചേട്ടാ അത് ചേട്ടാ കസവ് കൊണ്ടിരുന്നതായിട്ടാ എനിക്ക് മറ്റേ ഗെറ്റ് കുതിർന്ന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിട്ടാ. നീ ഗെറ്റ് കുതിർന്ന് ഇട്ടോണ്ട് പോണ്ട ഇപ്പം. ചേട്ടാ കഷ്ടമുണ്ട് ചേട്ടാ. പ്ലീസ് ചേട്ടാ പ്ലീസ്. എന്റെ കബോർഡിന്റെ അകത്ത് ഞാൻ ഇട്ട പഴയ നിക്കറുണ്ടോ? അത് വേണമെങ്കിൽ എടുത്തോ. ചേട്ടാ തമാശ അറിയാം. എനിക്ക് ചേട്ടത്തി ഉണ്ടായിരുന്നു എനിക്ക് എടുത്തത്. ചേട്ടത്തി ഉണ്ടെങ്കിൽ നീ ചേട്ടത്തി എടുത്ത് പോയി. ചേട്ടാ പ്ലീസ് ചേട്ടാ ഒന്ന് എടുത്ത് ചേട്ടാ. ചേട്ടാ ഒരു കസവുണ്ട് ചേട്ടാ പ്ലീസ് ചേട്ടാ. ചേട്ടാ നീ പോ. ചേട്ടാ ഗെറ്റ് കുതിർ ഇട്ടോണ്ട് ചേട്ടാ കഷ്ടമുണ്ട് ചേട്ടാ. ഒരു കസവ് നീ എന്നാലും പോയി പറഞ്ഞു കൊടുത്തല്ലോ അമ്മ എടുത്ത്. ചേട്ടാ ഞാൻ അമ്മയടുത്ത് അങ്ങനെ പറഞ്ഞോളന്ന്. അച്ഛമ്മ ഉണ്ടാക്കുന്നവർ നന്നായിട്ട് അച്ചാർ ഉണ്ടാക്കണോ? അല്ല ഞാൻ വേറെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നീ കൊള്ളാം കേട്ടാ. സത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു കസവുണ്ട് ചേട്ടാ ഒരു കസവുണ്ട് ചേട്ടാ. ഇതെടുത്ത് ഞാൻ അറിയാലോ, മുള്ളറിയാലോ. വേണ്ട അച്ഛൻ ഒരിക്കലും ഇതിൻ്റെ അകത്ത് ഇരുന്നാണ്.